അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ പുറത്ത് എടുത്ത ലോറിയുടെ 2 ടയർ അത് ഏത് വാഹനത്തിൻ്റെതാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അത് അത്തരമൊരു വാഹനം അപകടത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ ആ വാഹനം ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഡ്രഡ്ജറിലുള്ള ഈശ്വർ മാൽപെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ആ വാഹനത്തിന്റെ ഇപ്പോൾ കണ്ടെത്തിയ ആ വാഹനത്തിന്റെ എഞ്ചിനിലോ മറ്റോ അതിന്റെ ഭാഗങ്ങളിൽ അത് ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയർത്താനാണ് ഇപ്പോൾ ശ്രമം നടത്തിയത്. ഏതായാലും ഇപ്പോൾ ഉയർത്താൻ പോകുന്ന ആ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സ്റ്റിയറിംഗ് കാണാനുണ്ടെന്നാണ് എന്തായാലും കൂടുതൽ തെരച്ചിലുകൾ, കൂടുതൽ പേരെ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അത് വേണ്ടിവരും. ഏതായാലും ഇന്ന് അവസാനമായി ഈ ഒരു വാഹനം കൂടി മാത്രമേ ഉയർത്തുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തെരച്ചിൽ കൂടുതൽ നടത്തേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മുങ്ങൽ വിദഗ്ധരുടെ കൂടുതൽ സേവനം ഇവിടെ അത് നാളെ മുതൽ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടി വരും. ഏതായാലും ഒരു യോഗം ഇന്ന് ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ എന്തൊക്കെ തീരുമാനമാണ് എടുത്തതെന്ന് അറിയേണ്ടി വരും. ക്രെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളും കൊണ്ടുവരേണ്ടി വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് അല്പസമയം വരെ കാത്തിരുന്നത്. പക്ഷേ നിരാശയാണ്. ആ അർജുന്റെ വാഹനത്തിന്റെ എല്ലാ 2 ടയർ മാത്രമാണ് ഇപ്പോൾ പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഒരു ട്രക്ക്, ആ ഭാരത് ബെൻസ് മുകളിലേക്ക് ഉയർന്നു വരുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി ഇവിടെ നിരവധി ആളുകളാണ് ഈ ഗംഗാവലി പുഴയുടെ കരയിൽ ഇത്തരത്തിൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. ഒപ്പം നിരവധി പ്രേക്ഷകരാണ് ഇത്തരത്തിൽ പ്രാർത്ഥനയോടെ, നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ത് സംഭവിച്ചു എന്നറിയുക എന്നതാണ്. ലോറിക്കകത്ത് തന്നെ ഈ അർജുൻ ഉണ്ടായിരുന്നോ? ആ ലോറി ഉയർത്തുമ്പോൾ ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങളായിരുന്നു. ആ ഒരു ശുഭ വാർത്തക്കായിരുന്നു കാത്തിരുന്നത്. അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇവിടെ ഈ സാക്ഷിയാണ്. ഈ ഒരു ദൗത്യം കാണാനെത്തിയ അഞ്ജു ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാമായിരുന്നു വലിയ പ്രതീക്ഷ. ഇന്ന് ആ തരത്തിൽ ലോറി കണ്ടെത്തുമെന്ന തരത്തിലൊക്കെ. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഡ്രഡ്ജർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ സമീപ പ്രദേശങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറിയത്ത് ഉണ്ടാകാം. ഒരു പക്ഷേ ലോറി അതേ രീതിയിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഉണ്ടാകാം. കാരണം മരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ആ മരത്തിന് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈശ്വർ മാൽപെ പറഞ്ഞത്. ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ ആ മരം ആ ലോറിക്ക് താങ്ങായിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ ലോറിക്ക് വലിയ കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ ഈ ചെളിയിലോ മണ്ണിലോ പൂണ്ട നിലയിലുണ്ടാകാം. എന്തായാലും വെള്ളം ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ വേലി ഇറക്കത്തിന്റെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം രാവിലെ നമ്മൾ കാണുന്ന രീതിയിലല്ല. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. വലിയ തോതിൽ മൺതിട്ടകളൊക്കെ രൂപപ്പെട്ട് അത് വലിയ തോതിൽ മൺതിട്ടയായി കാണാം. കൂറ്റൻ പാറക്കല്ലുകളൊക്കെ അവിടെ കാണാം. മരത്തിന്റെ ഭാഗങ്ങൾ കാണാം. ലക്ഷ്മണന്റെ ചായക്കടയുടെ മുൻവശം 2 വലിയ കൂറ്റൻ ആലുണ്ടായിരുന്നു. ആലിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാം. എന്തായാലും ഈ അപകടത്തിൽ വലിയ തോതിൽ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ഈ കട ഉൾപ്പെടെ വന്നെത്തിയത്, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടവർ ഉൾപ്പെടെ പതിച്ച സ്ഥലമാണ് ഇത്. അവിടെയാണ് ഈ വാഹനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അടുത്ത വാഹനം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാൽപെ അതിൽ ഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഉയർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ വാഹനം കൂടി നമുക്ക് കണ്ടെത്താം. എന്തായാലും പൂർണ്ണമായും തകർന്ന നിലയിൽ, സ്റ്റിയറിംഗ് മാത്രമായ നിലയിലാണ് ആ വാഹനം ഉള്ളതെന്നാണ് മാൽപെ വ്യക്തമാക്കിയത്. ഏതായാലും ഉയർത്തിയാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ. എന്തായാലും വലിയ പ്രതീക്ഷയും ആകാംക്ഷയും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. പക്ഷേ അത് നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. ഇപ്പോൾ 2 ടയറുകൾ ലഭിച്ചത് അത് അർജുന്റെ വാഹനത്തിന്റേതല്ല. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ വാഹനം, മറ്റേത് വാഹനമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടുള്ളത്? കൂടുതൽ പേർ ഇവിടെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കൂടുതൽ ഈ ചോദ്യങ്ങളും ഇത്തരത്തിൽ സംശയങ്ങളും ഗംഗാവലി പുഴ ബാക്കിയാക്കുന്നുവെന്ന് വേണം പറയാൻ. ഭവ്യ, തീർച്ചയായും ബൈജു.